അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂരിലുള്ള അബ്ദുൽ വഹാബ് സാഹിബിൻ്റെ കൂടെയാണ്. അദ്ദേഹം 2010 ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുമ്പ് എന്തായിരുന്നു പേര്? എൻ്റെ ആദ്യത്തെ പേര് സിഞ്ചു നിക്സൺ എന്നായിരുന്നു. സിഞ്ചു നിക്സൺ. അതെ. ഓക്കെ. താങ്കൾ 2010 ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതെ. എന്തായിരുന്നു ഇസ്ലാമിലേക്കുള്ള കടന്നുവരവിൻ്റെ ഒരു കാരണം? ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒന്നാമത്തെ കാരണം എൻ്റെ ബൈബിൾ പഠനമായിരുന്നു. അന്ന് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ മതപരമായിട്ട് കൂടുതൽ പഠിക്കുക എന്നുള്ളത് നമ്മളെ കത്തോലിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു പുരോഹിതനാവുക, പള്ളിയിലെ വൈദികനാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ, അഥവാ ഒരു 6-7 വയസ്സ് അതുമുതൽ തന്നെ മതപഠനം ആരംഭിച്ചു. ഓക്കെ. അങ്ങനെ ബൈബിൾ പഠനം, അഥവാ എൻ്റെ 10-12 വയസ്സാകുമ്പോഴേക്ക് തന്നെ ബൈബിൾ പഠനം കൂടുതലായി പഠിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പള്ളിയിൽ അച്ഛനാവുക എന്ന ലക്ഷ്യം ഉള്ളതുകൊണ്ടും പ്രത്യേകിച്ച് ബൈബിൾ പഠനം കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അതിൻ്റെ ഇടയിലാണ് ബൈബിൾ പഠനം ആഴത്തിലേക്ക് പഠിക്കുമ്പോഴാണ് അതിൽ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കുറേ വചനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് വിഗ്രഹാരാധനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് വചനങ്ങൾ. അതിൽ ഒന്നാമതായി തന്നെ എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് മോശ പ്രവാചകൻ ഇറങ്ങിയ 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന എന്താണെന്ന് പറഞ്ഞാൽ, നിന്റെ ദൈവമായ കർത്താവ് അവനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ആ മോശ പ്രവാചകൻ ഇറങ്ങിയ ആ വചനം യേശു അഥവാ ഈസ അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തോട് പഠിപ്പിച്ചു. അപ്പോൾ യേശു പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏകനായ ആ ദൈവമാകുന്നു. അപ്പോൾ അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് യേശു എന്താക്കിയത്, അവരോട് പഠിപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ എന്താണ്, ബൈബിളിൽ ധാരാളം സ്ഥലങ്ങളിൽ നിന്റെ ദൈവം ഏകദൈവമാകുന്നു, ഒരാളും തന്നെ അവനെ കണ്ടിട്ടില്ല, അവന്റെ ശബ്ദം ഒരാളും കേട്ടിട്ടില്ല, അങ്ങനെ ബൈബിളിൽ പറയുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ എല്ലാവരും കാണുന്നു. അതുപോലെ തന്നെ ആളുകൾ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ, രൂപങ്ങളെയാണ് ആരാധിക്കുന്നത്. അതെ, രൂപങ്ങളെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു, ആകാശത്തിന്റെ കീഴിലോ ഭൂമിക്ക് മുകളിലോ നിങ്ങൾ യാതൊന്നിന്റെയും വിഗ്രഹം വെച്ച് ആരാധിച്ചു പോകരുത്. ഇതൊക്കെ ഇങ്ങനെ ബൈബിളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ ടൈം എന്താണ്, പള്ളിയിലെ കന്യാസ്ത്രീമാരോടും അതുപോലെ തന്നെ സൺഡേ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമാരോടും ചോദിക്കുകയുണ്ടായി. ബൈബിളിൽ പറയുന്ന ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കണം, അവനെ ഒരാളും കണ്ടിട്ടില്ല, അവന്റെ ശബ്ദം ഒരാളും കേട്ടിട്ടില്ല. പക്ഷെ എന്താണ്, നമ്മൾ ദൈവത്തിന്റെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നു, ദൈവത്തിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ദൈവത്തെ കാണുന്നുണ്ടല്ലോ, ബൈബിൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞപ്പോൾ അവർ അതിനുള്ള മറുപടി തന്നത്, ദൈവത്തിന്റെ വിഗ്രഹം നമ്മൾ വെച്ച് ആരാധിക്കുന്നില്ല, നമ്മൾ ദൈവത്തിന്റെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നില്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തെ എന്താണ് ദൃഢമാക്കുവാൻ വേണ്ടി ഒരു രൂപം വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവർ ന്യായം പറഞ്ഞത്. പിന്നെ അമിതമായി ചോദിച്ചപ്പം പറഞ്ഞ, നിങ്ങളെ ചോദ്യങ്ങളൊന്നും അധികരിപ്പിക്കരുത്, അത് വിശ്വാസത്തിന് എന്താണ് തടസ്സപ്പെടുത്തും. 1700 വർഷം മുമ്പേ ഈ സഭ തുടർന്ന് വന്നൊരു വിശ്വാസമാണ്, അതിലധിഷ്ഠിതമായി മുന്നോട്ട് നീങ്ങലാണ് ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് അതിന് അമിതമായിട്ടുള്ള ചോദ്യം നമ്മളെ വിശ്വാസത്തെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയും. അവിടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയല്ല ചെയ്തത്, അല്ല, വീണ്ടും വീണ്ടും സംശയങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്ന് പറയാൻ പറ്റും. കാരണം ബൈബിളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇന്ന് മുസ്ലിമീങ്ങൾ അഥവാ ഇസ്ലാം പറയുന്ന പല കാര്യങ്ങളും ബൈബിൾ എന്താണ് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അഥവാ ഖുർആൻ നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും ബൈബിൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഖുർആൻ അനുഷ്ഠിക്കാൻ പറഞ്ഞ പല കാര്യങ്ങളും ബൈബിളിലും അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, ചില കാര്യങ്ങളിൽ സാമ്യതയുണ്ട്. എന്നാൽ അതൊന്നും ക്രൈസ്തവ ലോകം ഇന്ന് അനുഷ്ഠിക്കുന്നില്ല. അവർ അതിന് നേർ വിപരീതമായി ചെയ്യുന്നു. അതിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ, ബൈബിളിലെ 1-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ഓ അബ്രഹാം, താങ്കൾ പരിച്ഛേദനം ചെയ്യുക, പരിച്ഛേദനം ചെയ്യാത്തവൻ എന്താണ്, തൻ്റെ സമൂഹത്തിൽപ്പെട്ടവനല്ല. അപ്പോൾ പരിച്ഛേദനം ഇന്ന് മുസ്ലിം സമൂഹം മാത്രമാണ് ചെയ്യുന്നത്, അതുപോലെ യഹൂദ സമൂഹം. എന്നാൽ ക്രൈസ്തവർ അഥവാ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹം അത് അനുഷ്ഠിക്കുന്നില്ല.
അതുപോലെ തന്നെ അവർ പഠിപ്പിച്ച് വന്ന മറ്റൊരു കാര്യമായിരുന്നു ഈ ദൈവവിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ പിതാവും പുത്രൻ പരിശുദ്ധ റൂഹ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടിയ ഒരു പ്രത്യേക ദൈവവിശ്വാസമാണ്. അതിലാണ് ദൈവവിശ്വാസം പൂർണ്ണമാകുന്നത് എന്ന്. എന്നാൽ അതേ അവർ തന്നെ അക്കാലങ്ങൾ അഥവാ മോശ പ്രവാചകൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ഈസ അലൈഹി സ്വലാം വരുന്ന യേശു വരുന്ന ആ കാലഘട്ടങ്ങളിലുള്ള ജനത സത്യവിശ്വാസികളായിരുന്ന ജനത ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നും അവർ പറയുന്നു. യേശുവിൽ കൂടി അത് ത്രിയേക വിശ്വാസമായെന്നും പറയുന്നു. എന്ന് പറയുന്ന ഈ ക്രൈസ്തവ ലോകത്തിൽ തന്നെ ഇന്ന് വിഭിന്ന വിഭാഗങ്ങൾ ധാരാളമുണ്ട്. അവർ ഇതിനെ ചോദ്യം ചെയ്യുന്നു. അഥവാ വ്യത്യസ്ത സഭകളിൽ പരന്നു കിടക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ ഈ ത്രിയേക വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിവിധ സഭകൾ ധാരാളമുണ്ട്. അങ്ങോട്ടും തമ്മിലുള്ള പരസ്പരമുള്ള സംഘടനകൾ തന്നെ എന്നെ പോലുള്ള ധാരാളം ആളുകൾക്ക് എന്താണ് സംശയങ്ങൾ കൂടുതൽ വരാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. എൻ്റെ കുടുംബം പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം തീവ്ര ഓർത്തഡോക്സ് കത്തോലിക്ക വിശ്വാസികളായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ എന്താണ് കുടുംബത്തിൽ നിരവധി സഭകൾ പെട്ട ആളുകളുണ്ട്. ഒരു വിഭാഗം ത്രിയേക വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പോകുമ്പോൾ മറുവിഭാഗം ഏകദൈവ വിശ്വാസം കൈക്കൊള്ളുന്നു. വേറൊരു വിഭാഗം വിഗ്രഹാരാധന എതിർക്കുന്നു. ഈ ഏകദൈവ വിശ്വാസം കൈക്കൊള്ളുന്നു എന്ന് പറയുന്ന വിഭാഗം അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാറുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. കാരണം പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം പറയുകയും അതോടൊപ്പം ദൈവപുത്രൻ എന്ന സങ്കല്പം ഉള്ളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അഥവാ നമ്മൾ ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അത് കത്തോലിക്കക്കാരും പറയുന്നു, ക്രൈസ്തവരും പറയുന്നു നമ്മുടെ ദൈവം ഏകദൈവം തന്നെ. പക്ഷേ അത് പൂർത്തീകരിക്കണമെങ്കിൽ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതിൽ കൂടി വേണമെന്നുള്ളത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സങ്കല്പമായിട്ടാണ് അല്ലേ പലപ്പോഴും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ലേ? തീർച്ചയായും അത് ആശയക്കുഴപ്പം നമ്മളിന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചതുകൊണ്ട് നമുക്ക് കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നു. എന്നാൽ ക്രൈസ്തവ ലോകത്ത് അതിൽ വിശ്വസിക്കുന്ന ഒരു ജനത തന്നെ അതിൽ വലിയ സംശയം വെച്ച് പുലർത്തുന്നു. ഇന്നും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരേ സഭകൾ തമ്മിൽ തന്നെ സംഘടനകൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്നു. ഒന്നാമത്തെ കാരണം ബൈബിളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത് പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്ഥലങ്ങളിൽ നിന്റെ ദൈവം ഏകദൈവം തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവരെന്താണ് വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്നു. എന്നാൽ അവർ തന്നെ പറയുന്നു പുണ്യവാളന്മാർ, വിശുദ്ധന്മാർ ഇവരൊന്നും ആരാധിക്കാൻ പാടില്ല എന്നിവർ തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളെ സംശയങ്ങൾ ചോദിക്കുകയാണ്. ബൈബിളിൽ പറയുന്നു എന്ത്? നിന്റെ ദൈവം ഏകദൈവത്തെ ആരാധിക്കണം. എന്നാൽ ബൈബിളിൽ പറയുന്നു സാത്താനെ നിങ്ങൾ ആരാധിച്ചു പോകരുത്, പിശാചിനെ നിങ്ങൾ ആരാധിച്ചു പോകരുത്, വിഗ്രഹത്തെ നിങ്ങൾ ആരാധിച്ചു പോകരുത്. അതിന് അവർ മറുപടി പറയുന്നത് ഈ സാത്താനെ ആരാധിക്കരുത്, വിഗ്രഹത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ മോശസിന്റെ കാലത്തുള്ള ജനത കാളക്കുട്ടിയെന്ന് ആരാധിച്ചിരുന്നു. അപ്പോൾ അതുപോലുള്ള പിശാചുക്കളെയാണ് ആരാധിക്കരുതെന്നാണ് പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് വിശുദ്ധന്മാരായ ആളുകൾ, പുണ്യാളന്മാരായ ആളുകൾ, ദൈവത്തിൻ്റെ പുത്രന്മാർ ഇവരൊക്കെ ആരാധിക്കാമെന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ പുത്രൻ എന്ന സങ്കല്പം തന്നെ ബൈബിളിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ബൈബിളിൽ ധാരാളം സ്ഥലങ്ങൾ മനുഷ്യപുത്രൻ, ഇസ്രയേലിയർക്ക് ഇറങ്ങിയ പ്രവാചകൻ എന്ന് ധാരാളം സ്ഥലത്ത് പറയുകയും അതേ സമയത്ത് പുതിയ ബൈബിളിൽ ദൈവപുത്രൻ എന്നും കൂടി പറയുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം രണ്ടും തമ്മിൽ വൈരുദ്ധ്യങ്ങളാണ്. ഇത് കൂടുതൽ എന്താണ് എന്നെ കൂടെ പഠിക്കാനും അത് എനിക്ക് ആ ടൈം എനിക്കും എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മയും കൂടുതൽ എന്താണ് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുന്നൊരു വ്യക്തിയായിരുന്നു. കാരണം അതിൽ അങ്ങനെ ഓർത്തഡോക്സ് തീവ്ര നിലപാടുള്ള ആളായതുകൊണ്ട് തന്നെ ബൈബിളിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഉമ്മാക്കും ധാരാളം സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ അന്നത്തെ കാലത്ത് ബൈബിൾ പഠിച്ചിരുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടല്ല, മറിച്ച് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്കെന്താണ് പള്ളിയിലെ മദ്ബഹായിലെ ശുശ്രൂഷകനാകണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോഴെന്താണ് നമുക്ക് മനസ്സിലായി ബൈബിളിൽ പറയുന്ന പലതും ഇന്ന് ക്രൈസ്തവ ലോകം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി. അമ്മയുമായി ചർച്ച ചെയ്യാറുണ്ടായിരുന്നോ ഇത്തരം കാര്യങ്ങൾ? അതെ, നമ്മളെ ഒന്നാമത് ഞാൻ പറയാണ്, ബൈബിൾ പഠനം എന്നെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ ഒരു പ്രധാന കാരണമാകുന്നതോടൊപ്പം തന്നെ എന്നെ ഒരു മുസ്ലിം കുടുംബം, അഥവാ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ ഒരു സഹായവും കൂടി ഉണ്ടായിരുന്നു. എന്താണ് സഹായം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും ഞങ്ങൾ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ സഹായകമായി. ഈ കാലത്ത് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ജീവിത രീതി. അഥവാ ജനിച്ചു വളർന്ന പരമ്പരാഗതമായിട്ടൊരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ ജീവിത രീതി കണ്ടിട്ട് ഇന്ന് പല ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുന്നില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൂടി ഒരു കാരണമായി ഇതിൻ്റെ ഇടയിൽ നിന്ന് പറയാൻ സാധിക്കും. കാരണം അവരുടെ പെരുമാറ്റം, അവരുടെ ആരാധന രീതികൾ, അവർ നമ്മളുമായിട്ടുള്ള ചർച്ചകൾ, സംസാരങ്ങൾ, അതുകൂടി ആയപ്പോഴെന്താണ് ബൈബിളിൽ പറഞ്ഞ പല കാര്യങ്ങളും അത് ഫോളോ ചെയ്യുന്നത് ആരാണ്? ഇന്ന് മുസ്ലിമീങ്ങളാണ്. അതിൽ പറയുന്ന ഏകദൈവ വിശ്വാസം, ദൈവത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള ഒരു വിശ്വാസം, കെട്ടുറപ്പുള്ള വിശ്വാസം. കാരണം പറഞ്ഞാൽ
നരകത്തിലും സ്വർഗത്തിലുമുള്ള ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസം ഇന്ന് മുസ്ലിം സമൂഹം ഉൾക്കൊള്ളുന്നു. എന്നാൽ ക്രൈസ്തവ ലോകത്ത് അങ്ങനെയല്ല. അവർ നരകത്തിൽ വിശ്വസിക്കുന്നു, സ്വർഗത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നും ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ ജീവിത രീതി അങ്ങനെയല്ല. അവരുടെ ആരാധന വരെ എന്താണ്, ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ്. ഒരാളും സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇസ്ലാം പറയുന്നു നിങ്ങൾക്ക് ഈ ഭൂമി എന്താണ്, വളരെ ഒരു യാത്രക്കാരനെ പോലെ നിശ്ചലമായൊരു ജീവിതമാകുന്നു. എന്നാൽ നിങ്ങൾക്ക് പരലോകം, സ്വർഗം അതുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്ന ആ സ്വർഗം എന്താണ്, വ്യക്തമായിട്ട് ഇസ്ലാം ഖുർആനിൽ കൂടി പഠിപ്പിക്കുന്നത്. അത് ഉള്ളത് കൊണ്ടാണ് ഈ മുസ്ലിം സമൂഹം അത്രയും, ഈ മുസ്ലിം കുടുംബം അത്രയും എന്താണ് അവരുടെ ജീവിത രീതിയെ ഒരു ചിട്ടപ്പെടുത്തി, ഒരു പാകപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയത്. താങ്കൾ അറിയുന്ന ഒരു മുസ്ലിം കുടുംബത്തിന്റെ ജീവിത രീതി കണ്ട്, അവരുടെ ജീവിത മര്യാദകൾ കണ്ടിട്ടാണ് താങ്കൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് ഒരു ആകർഷണം വരുന്നത്. പിന്നെ ബൈബിൾ പഠനവും ഇത് കൂടുതൽ സഹായകമായി. കാരണം ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവർ അനുഷ്ഠിക്കുന്നു, കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ബൈബിളിന്റെ പുറത്തേക്ക് താങ്കൾ പഠിക്കാനുള്ള ഒരു അവസരം വന്നത് ഈ ജീവിതമൊക്കെ കണ്ടിട്ടാണോ? തീർച്ചയായും. കാരണം അതിന്റെ മുൻപിൽ ഇസ്ലാമിനെ കുറിച്ച് യാതൊരു അറിവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പള്ളികളിൽ ഞായറാഴ്ചകളിൽ പറയുന്ന അച്ഛന്മാരുടെ ഇടയലേഖനങ്ങൾ വായിക്കുമ്പോൾ പറയുമായിരുന്നു, യേശു ക്രിസ്തു വന്ന് 500-600 വർഷങ്ങൾക്ക് ശേഷമാണ് എന്താണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ എന്ന് വാദിക്കുന്ന ഒരാൾ വരുന്നത്. അത് യാതൊരു അടിസ്ഥാനവും ഇല്ല. അത് ബൈബിള് പറയുന്ന അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് എന്ന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് അവരെന്താണ് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുവാൻ വേണ്ടിയിട്ട് അവർ ഞായറാഴ്ചകളിൽ ചില സമയങ്ങളിലൊക്കെ അവരങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അതാ കേൾക്കുന്നത്. എന്നിട്ട് അവർ ചൂണ്ടിക്കാണിക്കും, ലോകത്ത് കണ്ട മുഹമ്മദിന്റെ അനുയായികൾ ഭീകരവാദം, തീവ്രവാദം, ഇതൊക്കെ പിന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളായിരുന്നു. അന്ന് സ്ത്രീകൾ പർദ്ദക്കുള്ളിൽ കെട്ടിയിടുക എന്നുള്ളത്. എന്തിനാ എല്ലാവരും തുറന്നിട്ട് നടക്കുന്നത്, എല്ലാവരും സ്വതന്ത്രമായി നടക്കുന്നത്. പക്ഷെ ഇവര് മാത്രം എന്താണ് മുഖവും മൂടി ശരീരം മൊത്തം മൂടിയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ ഇതൊക്കെ ഒരു എന്താണ്, ഒരു അടിച്ചമർത്തിപ്പെടുന്ന ഒരു ജനതയായിട്ടാണ് നമ്മൾ കാണുന്നത്, അന്ന് കണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായി യഥാർത്ഥത്തിൽ ഇതാണ് സ്വാതന്ത്ര്യം. സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇത് പർദ്ദ എന്നതും അത് പുരുഷന്മാരുടെ ഒരു മനോഹാരിത അഥവാ പൗരുഷത്തിന്റെ അടയാളം ഇന്ന് കാണുന്ന ഈ താടി, അതുപോലെ തന്നെ നിര്യാണിക മുകളിലുള്ള വസ്ത്രധാരണ, ഇതൊക്കെ ഒരു മാന്യതയും അഥവാ ഒരു മര്യാദയും, ഇതൊക്കെ ഒരു ജീവിത രീതി, ചിട്ടപ്പെട്ട ഒരു ജീവിത രീതിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതിന്ന് ലോകത്ത് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല ഈ പർദ്ദ ഇടുന്നത്. ധാരാളം നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ പല ആളുകളും, അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ പല ആളുകളും അവരുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇന്ന് പർദ്ദ ഇട്ട് നടക്കുന്നതായിട്ട് ലോകത്ത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് സ്ത്രീകൾക്ക് ശരിക്കുമുള്ള സ്വാതന്ത്ര്യം. കാരണം അവരുടെ ശരീരത്തെ സംരക്ഷിക്കാൻ, ഒരു സ്ത്രീത്വത്തെ ശരിക്കും സംരക്ഷിക്കപ്പെടുന്നത് അവരുടെ ആ വസ്ത്രത്തിൽ കൂടിയാണ്. ഇസ്ലാം പറയുന്ന ആ വസ്ത്രധാരണത്തിൽ കൂടിയാണ്. എന്തിലധികം ഇന്ന് ക്രൈസ്തവ ലോകത്ത് അവരുടെ കന്യാസ്ത്രീമാർ ധരിക്കുന്ന വസ്ത്രം, അത് അന്ന് എനിക്കൊരു ചിന്ത, വളരെയേറെ സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. വിഗ്രഹാരാധന തെറ്റാണ്, പക്ഷെ ഇന്ന് അവർ കാണുന്ന ആ വിഗ്രഹത്തിൽ വരെ എന്താണ്, അവർ പറയപ്പെടുന്ന ഈ മറിയം എന്ന് പറയുന്ന അവർ വെച്ചിരിക്കുന്ന വിഗ്രഹത്തിൽ വരെ എന്താണ്, ശരീരം മൊത്തം മറച്ചത്. അതുപോലെ തന്നെ അവരുടെ കന്യാസ്ത്രീകൾ, ദൈവത്തിന്റെ മണവാട്ടികൾ എന്ന് പറയപ്പെടുന്ന കന്യാസ്ത്രീകൾ ധരിക്കുന്നത് ശരീരം മൊത്തം, ഏറ്റവും പരിശുദ്ധരായി കാണുന്ന ആളുകൾ, ഈ വസ്ത്രം ധരിക്കുന്നു. അപ്പോൾ മുസ്ലിമീങ്ങൾ ഈ ശരീരം മൊത്തം, അവരുടെ സ്ത്രീകൾ മൊത്തം എന്താണ് ദൈവത്തിന് വേണ്ടി ആ പരിശുദ്ധിയോടുകൂടി ആ വസ്ത്രം ധരിക്കുമ്പോൾ എന്താ പ്രശ്നം? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ആ പ്രവേശനം എളുപ്പമായി തീരണമെന്നില്ല, എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. താങ്കൾക്ക് അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഉള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഭൗതികപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ പതറാതെ എന്താണ്, അള്ളാഹുവിൻ്റെ മഹത്തരമായ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രയാസം എന്നുള്ളത് എന്നൊരു ചിന്തയോട് കൂടി അതിനെ നേരിട്ടത്. ഒന്നാമത് കുടുംബപരമായിട്ട് ധാരാളം പ്രയാസങ്ങൾ. ഞങ്ങൾ സ്വന്തമായിട്ട് നിന്നിരുന്നത് ഒരു ക്രൈസ്തവ പ്രദേശമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വീട് അങ്ങനെ ക്രൈസ്തവർ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. പിന്നെ അവരുടെ ഇടവക അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒഴിയേണ്ടി വന്നു. വീട് വിട്ടു പോകേണ്ടി വന്നു. പിന്നെ കുടുംബക്കാരുമായിട്ടുള്ള അകന്നു. സ്വന്തമായിട്ട് കുടുംബക്കാരുടെ വീടുകളിൽ അന്ന് കയറാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും ഞങ്ങളെ ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം പറഞ്ഞാല് നിങ്ങൾ ഹിന്ദുമതം സ്വീകരിക്കുക, എന്നാലും നിങ്ങൾക്ക് എന്താണ്, ഹിന്ദുമതം സ്വീകരിച്ചാലും ഞങ്ങൾക്ക് എന്താണ് പ്രശ്നമില്ല. എന്നാ പക്ഷെ നിങ്ങൾ എന്താണ് ഈ ഇസ്ലാം മതം
സ്വീകരിച്ചതാണ്. കാരണം പറഞ്ഞാൽ അത് വളരെയേറെ എന്താണ് അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാം സ്വീകരിക്കുക, മതം മാറിയതല്ല അവരുടെ പ്രശ്നം, ഇസ്ലാമാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മളെ കുടുംബക്കാരെ വീട്ടിൽ നിന്നെല്ലാം എന്താണ് അകറ്റി ഞങ്ങൾ അന്നു മുതൽ എന്താണ് പ്രയാസപ്പെട്ടുകൊണ്ട് ഒരുപാട് ഭൗതികപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം ഇപ്പം പറയാൻ പറ്റുമെന്ന് പറ്റൂല. ഇപ്പോൾ താങ്കൾ താമസിക്കുന്നത്? ഞാൻ സ്വന്തമായിട്ടുള്ള വീട്ടിലല്ല, ഞാൻ വാടകയ്ക്കാണ് താമസിച്ച് വരുന്നത്. ഓക്കെ, എന്തായാലും താങ്കളുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാകട്ടെ. പക്ഷെ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴും താങ്കളുടെ മാനസികമായ അവസ്ഥ എങ്ങനെയായിരുന്നു? ഇസ്ലാമിലേക്ക് കടന്നു വന്നു, പിന്നീട് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചാണ് താങ്കൾ ജീവിക്കുന്നത്, വിശ്വാസപരമായിട്ടൊക്കെ താങ്കൾ ആ നിലക്ക് ജീവിക്കുന്നു. എങ്ങനെയാണ് മാനസികമായി താങ്കളുടെ അവസ്ഥയെ താങ്കൾ വിലയിരുത്തുന്നത്? മാനസികമായിട്ട് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയാം. കാരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ നാളെ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. കാരണം പറഞ്ഞാൽ ഒരു വശത്ത് കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ ഒരു വശത്ത് ഇന്നും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വീട്ടിൽ എന്താണ് വന്നിട്ട്, ഓരോ ദിവസവും നല്ല ഇടക്കിടക്കെ വന്നിട്ട് എന്താണ് കുടുംബക്കാരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ്. അത് ഞങ്ങളുമായിട്ട് ഇണക്കമുള്ള കുടുംബക്കാരുണ്ട്, എൻ്റെ ഉമ്മയുമായി ഞാനുമായി ഇണക്കമുള്ള കുടുംബക്കാരുണ്ട്. അവർ ഞങ്ങളുമായിട്ട് നല്ല, കാരണം ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടെ പെരുമാറ്റം, ഞങ്ങളുടെ ജീവിത രീതി കണ്ട് ഞങ്ങളുമായിട്ട് ഇണക്കമുള്ള കുടുംബക്കാർ ഒരു വശത്തുണ്ടാകുമ്പോൾ തന്നെ ഞങ്ങളുമായിട്ട് ഭയങ്കര വിയോജിപ്പുള്ളിൽ വെക്കുകയും തീവ്രമായ വിരോധം വെക്കുകയും എന്നിട്ട് ഞങ്ങൾ ഈ മതത്തിൽ നിന്ന് തെറ്റിപ്പിക്കുക. അതിനുവേണ്ടി ഇന്ന് ഓഫറാണ് ഞങ്ങൾക്ക്, നിങ്ങൾക്ക് വീട് വെച്ച് തരാം, നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരാം ഞങ്ങളെ സഭയിലേക്ക് തിരിച്ചു വന്നാൽ എന്ന് പറഞ്ഞ് പല ഓഫറും ഞങ്ങൾക്ക് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, 1-2 ആഴ്ചകൾക്ക് മുമ്പ് വരെ ഞങ്ങൾക്ക് ഈ ഓഫർ വീട്ടിൽ നിന്ന് കിട്ടുകയാണ്. അതായത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു ഭാഗത്തും, അതുപോലെ തന്നെ ഇത്തരം പ്രലോഭനങ്ങൾ മറുഭാഗത്തും ഉണ്ടാവുന്ന സമയത്ത് ഇതിൽ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു പ്രേരണ എന്താണ് യഥാർത്ഥത്തിൽ? ഞങ്ങൾക്ക് പറഞ്ഞ വീടോ പൈസയോ അല്ലല്ലോ വേണ്ടത്. ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ട്. അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും മനുഷ്യനെയും നാം ഭൂമി ലോകത്ത് സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മളെ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചു. അതുകൊണ്ട് നമ്മൾ അവന് കൊടുക്കുന്ന ഒരു കടമയാണ്, അവൻ്റെ ബാധ്യതയാണെന്ത്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ഈ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യം അതാവുമ്പോൾ അപ്പോൾ ഭൗതികപരമായിട്ടുള്ള സൗഖ്യങ്ങൾ നമ്മൾ നോക്കി അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ട. ഇതിലേറെ പ്രയാസം എനിക്ക് ഒരു വശത്ത് കുടുംബങ്ങളെ പ്രയാസം, എന്തിലധികം എന്നെ പോലത്തെ രഹസ്യാന്വേഷണ വകുപ്പ്, കേന്ദ്ര ഏജൻസികൾ ഇന്നും അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ പിന്നിലേക്ക് അവരെന്താണ് അന്വേഷണം വന്നുകൊണ്ടേയിരിക്കുകയാണ്. 1.5 വർഷത്തിലധികം ഞാൻ എൻ്റെ കസ്റ്റഡിയിൽ പല തവണയായിട്ട് വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു അത്? അവരെ ഏറ്റവും ലക്ഷ്യം പറഞ്ഞാൽ നീ ഇസ്ലാം സ്വീകരിച്ച് ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും സംഘടനകളുണ്ടോ, ഏതെങ്കിലും തീവ്ര സ്വഭാവമുള്ള സംഘടന, നിർബന്ധമായി ആരെങ്കിലും മതം മാറ്റിയതാണോ എന്നുള്ള സംശയത്തിലാണോ? അതാണ് അവരെ ഒന്നാമത്തേത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതിലേറെ അവർ ചോദിച്ചത് പറഞ്ഞാൽ നിനക്ക് നിന്ന ഈ മതം, നീ ഇത്രയും നാളും പിന്തുടർന്ന ഈ മതം തന്നെയല്ലേ നിനക്ക് നല്ലത്? എന്തിനാണ് ലോകത്ത് ഭീകരമായി അറിയപ്പെടുന്ന, ലോകത്ത് എല്ലാ തരത്തിലും തരംതാഴ്ന്നു പോകുന്ന ഒരു മതമായി ഇസ്ലാമിലേക്ക് നീ പോകേണ്ട ആവശ്യം? പരമ്പരയായിട്ട് നീ തുടർന്ന് വന്ന ഒരു ആചാരം, ക്രൈസ്തവ വിശ്വാസം, അതിൽ അധിഷ്ഠിതമായി എനിക്ക് പോയിക്കൂടെ? എന്തിനാണ് ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യമെന്നൊക്കെ അവർ എന്നോട് ചോദിച്ചത്. അത്തരം കാര്യങ്ങളാണ് അവർ ചോദിച്ചത്. പിന്നെ അതിലേറെ അവൻ എന്നെ കൊണ്ട് പലതും അവിടെ എഴുതിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വായ കൊണ്ട് പലതും അവർ പറയിപ്പിച്ചിട്ടുണ്ട്. എന്തിലധികം ഞാൻ തീവ്രവാദത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൽ നിന്ന് മാറി കൊണ്ടുവന്നിട്ട് പിടിക്കപ്പെട്ടതാണെന്നും അങ്ങനെ വിചാരണ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നും എന്തിനാന്ന് ഞാൻ പലപ്പോഴും അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ നാളെ എന്തെങ്കിലും നിന്നിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തെളിവാണ്. അപ്പോൾ ഇത് നിന്നെ ഇപ്പോൾ ഒരു സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിന്നെ ഇപ്പം പറഞ്ഞാൽ നിന്നെ ഇത്ര IS പോലത്തെ സംഘടനയിൽ പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതിപ്പിച്ചിട്ടുള്ളത്. ഇത് വളരെ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയാണ്, വളരെ ഭയാനകരമായ ഒരു അവസ്ഥയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇത്തരത്തിലുള്ള ആളുകളാവണമെന്നില്ല. പക്ഷേ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അയാൾക്ക് നേരിടേണ്ട വിഷയങ്ങളാണിത്. ജനങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഇസ്ലാമിനെ സംബന്ധിച്ച് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നുള്ളതാണ്, മതത്തിൽ ബലാത്കാരമില്ല
എന്ന് വളരെ കൃത്യമായും വ്യക്തമായും വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് മനുഷ്യർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. ഒരാളുടെ ഹൃദയത്തിലെ വിശ്വാസം എങ്ങനെ നിർബന്ധമായി നമുക്ക് ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. അത് ഏറ്റവും നന്നായി അതിൻ്റെ മാതൃക എങ്ങനെ പ്രബോധനം നടത്തണമെന്നുള്ള മാതൃക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം കാണിച്ചു തന്നുള്ളത് വളരെ നസീഹത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി ആളുകൾക്ക് ഈ സത്യം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഇതിനെ ഒരു നിർബന്ധമായി മതപരിവർത്തനം, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കുന്നത് അതാണ്, എന്തെങ്കിലും പ്രലോഭനത്തിലൂടെ അല്ലെങ്കിൽ നിർബന്ധത്തിലൂടെ മതം മാറ്റി ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാകും, ഇതിൻ്റെ മുന്നിൽ ഏതെങ്കിലും സംഘടന ഉണ്ടാകും. ഒരിക്കലും അങ്ങനെയല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ തീരുമാനിക്കുന്നിടത്താണ് ഇസ്ലാമിലേക്കുള്ള പ്രവേശനം തന്നെ സാധ്യമാകുന്നത്. അത് ന്യായമല്ലേ? നമ്മളെ സൃഷ്ടിച്ചവനെ, നമുക്ക് വായു തന്ന് വെള്ളം തന്ന് ജീവൻ നൽകി നമ്മളെ പരിപാലിക്കുന്ന നമ്മളുടെ നാഥനെ മാത്രമല്ലേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ? അതിന് അപ്പുറത്തേക്ക് മറ്റു സൃഷ്ടികളെ ആരാധിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത് സൃഷ്ടാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടല്ലേ? അതാണ് വിശുദ്ധ ഖുർആനിലുടനീളം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബലാത്കാരത്തിൻ്റെയോ നിർബന്ധത്തിൻ്റെയോ ഒരു അവസ്ഥയല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ തീരുമാനിക്കുന്ന ഒരവസ്ഥയാണെന്ത്? എനിക്ക് സൃഷ്ടാവായ നാഥനിലേക്ക് മടങ്ങണം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമ്മളുടെ അബ്ദുൽ വഹാബ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാകട്ടെ. മാത്രവുമല്ല, ഇത്തരം അന്വേഷണ ഏജൻസികൾക്ക് ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് യാതൊരു സംഘടനകളുടെയോ, അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്നുള്ളത്. അവർക്കതെല്ലാം ബോധ്യപ്പെട്ടോ? ഇപ്പോൾ എന്താണ് അവസ്ഥ? അവർക്ക് ബോധ്യപ്പെട്ട് എന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം പറഞ്ഞാൽ അവരെ ഫോണ് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ എന്നെയും എൻ്റെ ഫാമിലിയും പലതവണ അവർ വിചാരണ ചെയ്തു. കുറച്ച് ദിവസങ്ങൾ മുമ്പിൽ വരെ എന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച്, അതുപോലെ പല പോലീസുകാരും വിളിക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ മതം മാറുന്നതല്ല ഇപ്പം അവരുടെ വിഷയം. ഇപ്പം എന്തൊക്കെയാണ് സുഖം തന്നെയല്ലേ, എവിടെയാണ് ഉള്ളത്, അതുപോലെ തന്നെ ആരെങ്കിലും കണക്ഷൻ ഉണ്ടോ, വേറെ ആരെങ്കിലും മതം മാറിയ ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടോ, ഇങ്ങനെ പല പല ചോദ്യങ്ങളാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം നമുക്ക് തിരിയുന്നില്ല ഇപ്പോഴും. അത് പറഞ്ഞാൽ ഇനിയും നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേ നിൽക്കുക. അഥവാ എന്താണ് അവരുടെ ഉദ്ദേശം പറഞ്ഞാൽ ആളുകൾ കൂട്ടം ഇന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു. അഥവാ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. ഒരാളും തന്നെ ഈ മതത്തിൽ പ്രലോഭിപ്പിക്കുന്നില്ലല്ലോ. എല്ലാവരും പഠിച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അത് ഇന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വരെ അറിയാം. എന്നിട്ടും അവരെന്താണ് ഇത്തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല, എന്നാൽ അതിൽ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ അതിൽ എന്താ പറയുക, നല്ല ഉദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ. ഒരുപക്ഷെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാകാം താങ്കൾ കടന്നു വന്നത്. എന്തായാലും അതെല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ. താങ്കൾക്ക് സമാധാനത്തോടു കൂടി ഈ മതത്തിൽ തുടരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനു പുറമെ താങ്കൾ ഇസ്ലാം സ്വീകരിച്ച ശേഷം വെറുമൊരു വിശ്വാസിയായി മാറുകയല്ല ചെയ്തത്. താങ്കൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഒരു പള്ളിയിൽ ഇമാമായി ജോലി എടുക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകുന്നു. ഇപ്പോൾ താങ്കൾ ഒരു ഇമാമായി ജോലി ചെയ്യുകയാണല്ലോ. ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് ഉയരണം എന്നുള്ളത് തോന്നിയത് എപ്പോഴാണ്? അത് ഒന്നാമത് ഇസ്ലാം സ്വീകരിച്ച ടൈമേ തോന്നിയിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ അന്ന് ക്രിസ്ത്യാനായിരുന്ന കാലത്ത് പള്ളിയിൽ അൾത്താരയിൽ മദ്ബഹായിൽ ദൈവിക ശുശ്രൂഷ നടത്താനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു ചെറുപ്പത്തിൽ വളർന്നു വന്നത്. പിന്നെ അതിൻ്റെ യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ മനസ്സിലായി അള്ളാഹു ആണ് എനിക്കെന്താണ് ഹിദായത്ത് തന്നത്, അഥവാ നേർമാർഗം കാണിച്ചു തന്നത്, സത്യത്തിൻ്റെ മതം എൻ്റെ മുന്നിൽ ഇട്ട് തന്നത്. അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിന് ഞാനും തിരഞ്ഞെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരഞ്ഞെടുത്തു, അപ്പോൾ ഞാൻ എന്താക്കണം? അള്ളാഹുവിൻ്റെ മാർഗത്തെയും തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ എനിക്ക് അള്ളാഹുവിൻ്റെ മസ്ജിദിൽ പരിശുദ്ധ മെഹ്റാബിൽ ഇമാമത്ത് നിൽക്കുവാൻ സാധിക്കുന്നതോ അന്ന് ഇമാമത്തിന് നിൽക്കും.
എന്നെൻ്റെ ആഗ്രഹമാണ്. അത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്താണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അന്ന് മുതലേ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ കുറച്ച് സൂറത്തുകൾ മാത്രം ഇമാമിൻ്റെ പിന്നിൽ നിന്ന് കേട്ട് പഠിച്ച ഞാൻ, അറബി ഇന്നും ഒരു ഉസ്താദിൻ്റെ കീഴിൽ പഠിക്കാത്ത ഞാൻ ഇന്ന് പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കുന്നു, മദ്രസയിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് സ്വന്തമായിട്ട് എന്താണ് ചെറിയ രീതിയിൽ ഞാൻ പഠിച്ചെന്ന് പറയാം. എന്നെ അന്ന് പഠിപ്പിച്ച, ഞാൻ ഒരു ഓർഫനേജിലായിരുന്നു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പഠിച്ചത്. കാരണം എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസം കൊണ്ട് എൻ്റെ ഉമ്മ എന്നെയും എൻ്റെ അനിയനെയും ഒരു ഓർഫനേജിൽ, അതൊരു ഹോസ്റ്റലും ഓർഫനേജിലും കൂടിയുള്ള ഒരു സ്ഥാപനമാണ്, അവിടെ കൊണ്ടാക്കി. കാരണം പറഞ്ഞാൽ അവിടെ നിന്ന് പഠിച്ചാൽ മതപരമായിട്ടും എന്തെങ്കിലും അല്പം പഠിക്കാം, അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകാം എന്നുള്ളത് കൊണ്ട്. അതിൽ പ്രധാന എൻ്റെ ലക്ഷ്യം മതം പഠിക്കലായിരുന്നു. കാരണം എൻ്റെ ലക്ഷ്യം പള്ളിയാണ്. അങ്ങനെ എന്താണ്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്താണ് ഇനിയുള്ള ആ സമയത്ത് എനിക്ക് ചെറിയൊരു അസുഖം ബാധിച്ചിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം കുറച്ച് നാൾ അഡ്മിറ്റായി. അതിനുശേഷം ഞാൻ പഠനം നിർത്തുകയും നേരെ എന്താണ് എൻ്റെ വീട്ടിൽ വിശ്രമത്തിനായിട്ട് വരികയും ചെയ്ത ടൈമാണ് പള്ളിയിൽ നിന്നൊരു ഓഫർ വരുന്നത്. 1 മാസത്തേക്ക് ഇമാമിന് ആവശ്യമുണ്ട് എൻ്റെ സ്വന്തം നാട്ടിൽ, എൻ്റെ വീടിനോട് അടുത്തുള്ള പള്ളിയിൽ. അങ്ങനെ ആ 1 മാസം ഇന്ന് അൽഹംദുലില്ലാ 6 വർഷം ആയി ഞാനിവിടെ ഇമാമത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ 17 വയസ്സിലാണ് ഞാൻ ഇമാമത്ത് നിൽക്കുന്നത്. ഇപ്പോൾ 6 വർഷമായി അൽഹംദുലില്ലാ അത് തുടർന്നു പോകുന്നു. അൽഹംദുലില്ലാ. താങ്കൾ പാടിയതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് താങ്കൾ പണ്ട് ക്രൈസ്തവ വിശ്വാസിയായിരുന്ന സമയത്ത് ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ പാടാറുണ്ടായിരുന്നു അല്ലേ? അതേ, അന്ന് സൺഡേ അല്ല, മറ്റുള്ള ഇട ദിവസങ്ങളിൽ കുർബാനകൾക്ക് എല്ലാ ദിവസവും ഞാനായിരുന്നു പാടി. അപ്പോൾ കുട്ടികൾക്ക് അന്ന് പാട്ട് പാടലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് പാട്ട് പാടുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു പാട്ടിന് പകരമായി ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാട്ടുകൾ താങ്കൾ തന്നെ സ്വയം രചിക്കുകയും പാടുകയും ചെയ്തിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? പ്രേക്ഷകർ അത്തരം പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും തീർച്ചയായും. അപ്പോൾ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി ഒന്ന് പാടിയാൽ നന്നായിരുന്നു. എന്തിനെ ഭൂമിയിലെ നിക്ഷേപങ്ങൾ, എന്തിനെ ഭൂവിലെ സൗഭാഗ്യങ്ങൾ, എനിക്കു നിൻ കൃപയുണ്ടെങ്കിൽ റബ്ബേ എനിക്കു നിൻ കൃപ മതിയേ. എന്തിനെ മണ്ണിലെ നിക്ഷേപങ്ങൾ, എന്തിനെ ഭൂവിലെ സൗഭാഗ്യങ്ങൾ, എനിക്കു നിൻ കൃപയുണ്ടെങ്കിൽ റബ്ബേ എനിക്കു നിൻ കൃപ മതിയേ. എനിക്കു നിൻ കൃപയുണ്ടെങ്കിൽ റബ്ബേ എനിക്കു നിൻ കൃപ മതിയേ. ബറക്കല്ലാഹു ഫീക്ക്. വളരെ മനോഹരമായി തന്നെ പാടി. താങ്കൾ ഖുർആനൊക്കെ പഠിച്ചോ? ധാരാളമായി പഠിച്ചോ? എങ്ങനെയാണ്? ധാരാളമായിട്ട് പഠിച്ചിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ പഠില്ല. ആണ് എനിക്ക് ഹിഫ്ള് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ട ചെറിയ സൂറത്തുകൾ ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ, പിന്നെ എൻ്റെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ നിന്നു പോകുന്നു. അല്ലാഹുമ്മ ബാരിക് ലക്. എന്തായാലും അൽഹംദുലില്ലാ, താങ്കൾ പാടാൻ പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടി തന്നു. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഖുർആൻ പാരായണവും കൂടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും. താങ്കൾ പഠിച്ച സൂറത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം താങ്കൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഓതിക്കൊടുത്താൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين
والذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായാലും താങ്കളെ ഇത്തരത്തിൽ വലിയ അനുഗ്രഹമാണ് താങ്കൾക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ. താങ്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. താങ്കളുടെ ഉമ്മയോടൊപ്പം അനിയനും ഉണ്ടായിരുന്നു. അത് കൂടാതെ വേറെ ആരെങ്കിലും പിന്നീട് കടന്നു വന്നിരുന്നോ? അതെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ച് ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ അനുജനും ഇസ്ലാം സ്വീകരിച്ച് ഒരു 5 വർഷത്തിന് ശേഷം എൻ്റെ ഉമ്മയുടെ ഉമ്മ, അഥവാ ഇസ്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ പല തെറ്റിദ്ധാരണയെല്ലാം ഉണ്ട്. ഇസ്ലാം സ്വീകരിച്ച് കഴിഞ്ഞാൽ തൻ്റെ രക്ഷിതാക്കളെല്ലാം വിട്ടേച്ച് എന്താണ് ഒറ്റയ്ക്ക് ദൂരെ മാറിക്കഴിയ എന്നുള്ള തെറ്റായ പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. എന്നാൽ ഞാൻ ഇസ്ലാമിൽ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ, അഥവാ തൗഹീദ് കഴിഞ്ഞാൽ തന്നെ തൗഹീദും അതുപോലെ റസൂലുള്ളാഹിന്റെ സുന്നത്തും ഇതൊക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ രക്ഷിതാക്കളോട്, മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദ, അഥവാ അവരോട് കാണിക്കേണ്ട ബഹുമാനം, ആദരവ്. അത് ഏത് മതത്തിൽപ്പെട്ടതായിക്കോട്ടെ, ഏത് വിഭാഗത്തിലായിക്കോട്ടെ, അവരെന്താണ് സംരക്ഷിക്കുക, അവരെ പോയി കാണുക, നമ്മളെ കൊണ്ട് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് മരണം വരെ ചെയ്തു കൊടുക്കുക എന്നുള്ള ഇതിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ അനുജനും ഞങ്ങളുടെ എന്താണ് ഉമ്മയുടെ ഉമ്മയെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കാണുകയും അവർക്ക് വേണ്ടത് എന്താണ് ചോദിച്ച് അവർക്ക് അത് കൊടുക്കുകയും, അവർ ഇല്ലാഞ്ഞിട്ടല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സുഖകരമായിട്ട് ജീവിക്കുന്ന, സ്വന്തം വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അവരുടെ വിവരങ്ങൾ എന്താണ് അന്വേഷിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യും, നേരിട്ട് പോയി കാണുകയും ചെയ്യും. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി. അവർ പറഞ്ഞു, നിങ്ങളുടെ അഥവാ ഇത്രയും കാലം നിങ്ങൾ എന്താണ് ഞങ്ങളോട് കാണിച്ച, അഥവാ ഒരുമിച്ചൊരു വീട്ടിൽ കഴിഞ്ഞിട്ട് ഞങ്ങളോട് കാണിച്ച ആ സ്നേഹത്തിലേറെ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ നിങ്ങൾ വന്ന് കാണിച്ചിട്ടുള്ള ഈ സ്നേഹം. അത് അവർ തിരിച്ചറിയുകയും അവർക്ക് ഇതിനോട് ഒരു ആകർഷണം ഉണ്ടായി. അഥവാ നമ്മളെ ഇസ്ലാമിനോടും അതുപോലെ നമ്മുടെ ഈ പെരുമാറ്റത്തോടും ഒരു ആകർഷണം. ഇസ്ലാം എന്ന ആ ഒരു സത്യസന്ദേശം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മാറിയത് എന്നവർക്ക് ബോധ്യപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവർ ഇസ്ലാമിലേക്ക് വരാൻ ഒന്നാമത്തെ കാരണം നമ്മുടെ ആ ഒരു പെരുമാറ്റമാണ് എന്ന് പറയാം. പിന്നെ അതിൽ കൂടെ എന്താണ് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് പഠിക്കുകയും അങ്ങനെ എന്താണ് പെട്ടെന്നൊരു ദിവസമാണ് പറയുന്നത്, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, നിങ്ങളെപ്പരം വരണം എന്നുള്ളത്. അവിടെ ഞങ്ങൾ എന്താണ് പാരത്രിക കാര്യം നമ്മൾ അവരോട് ഓർമ്മപ്പെടുത്തിയപ്പോഴും നമ്മൾ ഭൗതിക കാര്യത്തെക്കുറിച്ചും അവരോട് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ മതം നിർബന്ധിപ്പിക്കുന്നില്ല, ഞങ്ങൾക്ക് നിങ്ങളെ നിർബന്ധിപ്പിച്ചിട്ട് ഈ ആളെ കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ് നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭൗതികപരമായിട്ടുള്ള സുഖങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അത് ഇന്ന് നിങ്ങൾ സ്വന്തം വീട്ടിലാണ്, ഞങ്ങൾ വാടകയ്ക്കാണ്. നിങ്ങൾക്ക് ഇന്ന് സുഖകരമായിട്ട് നല്ല ഭക്ഷണങ്ങളുണ്ടാവും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഉണ്ടാവുകയില്ല, ചെറിയ ജീവിതം നയിക്കുകയാണ്. അപ്പം അങ്ങനെയെല്ലാം മുന്നോട്ട് പോവുകയെല്ലാം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വന്നു എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്താണ് അതിലേറെ നമുക്ക് എന്താണ് സുഖം, എല്ലാത്തിനേക്കാളും നമുക്ക് എന്താണ് നിങ്ങളെപ്പരം വരാനും ആ മതത്തിൽ നിൽക്കുവാനും വേണ്ടിയാണ് താല്പര്യം എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ എന്താണ് പെട്ടെന്ന് തന്നെ അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അവർ ഇത് പറഞ്ഞതിന് ശേഷം ഒരു നിമിഷം വരെ അല്ലെങ്കിൽ ഒരു ദിവസം വരെ ലേറ്റ് ആക്കാതെ അന്ന് നേരിട്ട് കണ്ടപ്പോൾ അന്ന് നമ്മളപ്പുറം തന്നെ നമ്മളെ കൂടെ വരികയാണ് ചെയ്തത്. ഇപ്പോൾ താങ്കളുടെ വല്യമ്മ താങ്കളുടെ കൂടെയാണ് താമസിക്കുന്നത്? നമ്മുടെ കൂടെയാണ് താമസിക്കുന്നത്. ഇന്ന് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയാം. പണ്ടത്തെ ജീവിത രീതിയല്ല, ഇപ്പോൾ ഒരു ചിട്ടയായ ജീവിത രീതിയാണ്. അൽഹംദുലില്ലാ, അതിന് അല്ലാഹുവിനെ സ്തുതിക്കുക. അങ്ങനെ താങ്കൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ഭൗതികമായി അങ്ങനെയാണെങ്കിലും കൂടെ സ്വസ്ഥമായി സമാധാനപരമായ ഒരു ജീവിതം നയിക്കുന്നു. അൽഹംദുലില്ലാ. ഇദ്ദേഹം നമ്മുടെ സഹോദരൻ
നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് പല ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ പ്രയാസത്തിന് നടുവിലും അദ്ദേഹം യഥാർത്ഥ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എത്ര സൗകര്യത്തിലാണ് നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കുന്നത്, എത്ര സൗകര്യത്തിലാണ് നമ്മൾ ഈ ഒരു മതത്തിൽ നിലകൊള്ളുന്നത്. എന്നാൽ ഈ മതത്തിൽ നിലകൊള്ളാൻ പ്രയാസപ്പെടുകയും വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതുപോലെയുണ്ട്. നമ്മൾ അള്ളാഹുവിന് സ്തുതി പറയണം. അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്ക് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥനകൾ ഉണ്ടാകണം. താങ്കളുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും അതുപോലെ താങ്കൾക്ക് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു തരുമാറാട്ടെ. താങ്കളുടെ നിരപരാധിത്വം ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടു എന്ന് ആണ് താങ്കൾ പറഞ്ഞത്. അതുപോലെ തന്നെയായി താങ്കൾക്കൊരു സമാധാനപൂർണ്ണമായ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അവസാനമായി താങ്കളെ തെറ്റിദ്ധരിച്ച ഉദ്യോഗസ്ഥന്മാരോട്, അതുപോലെ തന്നെ സമൂഹത്തിൽ താങ്കളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് താങ്കളോട് മോശമായി പെരുമാറിയ കുടുംബക്കാരോട്, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന പ്രേക്ഷകരോട് എല്ലാം എന്താണ് ഒരു സന്ദേശമായിട്ട് പറയുവാനുള്ളത്? സമൂഹത്തിലൊരു തെറ്റിദ്ധാരണയുണ്ട്, അഥവാ ലവ് ജിഹാദ്, അതുപോലെ തന്നെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തൽ, ഇങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരുന്നത് എന്നൊരു ചിന്താധാര ലോകത്തെമ്പാടും ഇങ്ങനെ വ്യാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഒന്നാമതായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, എന്നെപ്പോലെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇത്തരം നിർബന്ധിത പരിവർത്തനം മൂലമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെയല്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇന്ന് ലോകത്തില്ല. അതൊരു കെട്ടുകഥയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇസ്ലാമിനെക്കുറിച്ചും അതിൻ്റെ തെറ്റിദ്ധാരണകളെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കാനാണ് എങ്കിലും അത് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ട് വിമർശിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ള ഇത്തരം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി കൊടുക്കുവാൻ വേണ്ടി നാം സമൂഹത്തിൽ നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളോട് നാം ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിത രീതി കൊണ്ടായിരിക്കണം, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ വേഷം കൊണ്ട്, നമ്മുടെ ജീവിത രീതി കൊണ്ടൊക്കെ നാം അവർക്ക് ഇസ്ലാമിൻ്റെ പരിശുദ്ധി കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തരം തെറ്റിദ്ധാരണയുള്ള ആളുകൾക്ക് ഖുർആനിനെക്കുറിച്ച് ധാരാളമായി പഠിപ്പിച്ചു കൊടുക്കുക എന്ന് സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നാമതായി മുസ്ലിം സമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അടിയുറച്ച് ജീവിക്കുക, ഖുർആൻ പറഞ്ഞ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുക. എന്നാൽ നമ്മുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, യഥാർത്ഥ ദീനിലേക്ക് കടന്നു വന്ന ആളുകൾ ഒരിക്കലും പേടിക്കാതെ ഈ ദീനിൽ അടിയുറച്ച് ജീവിക്കുക. നമ്മുടെ മുന്നിൽ പല പ്രയാസങ്ങളും പല പരീക്ഷണങ്ങളും ഉണ്ടാകും. അതിലേറെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ സ്വഹാബത്ത്, മുൻകാല അമ്പിയാക്കൾ സഹിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചവരാണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രയാസങ്ങളൊക്കെ നാം അതിൽ പതറാതെ, അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തിന് വേണ്ടിയാണ് നാം അനുഭവിക്കുന്ന ഈ പ്രയാസമെന്ന അടിയുറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ ويضرب الله الأمثال للناس والله بكل شيء عليم.